ബിനു കിരിയത്ത്, സെൻസർ ബോർഡ് അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു സെൻസർ ബോർഡ് അംഗത്തിന് ആവശ്യം വേണ്ടത് അല്ലേ, ഇങ്ങനെ ഒരു സിനിമ, ആ സിനിമയുടെ മെസ്സേജ്, അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ്, അത് നോക്കുക, അത് തെറ്റാണെങ്കിൽ അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് സെൻസറിങ്ങിന് വിധേയമാക്കിയവർക്ക് അടിസ്ഥാനപരമായിട്ട് ആ ഒരു അറിവ് പോലും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അറിവില്ലായ്മയുടെ അല്ല, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആവാം. ഇവിടെ ഡോക്ടർ ആരിഫ് പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരന് അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, ഒരു സംവിധായകന് അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവർ രണ്ടുപേരും പറയുന്നതാണല്ലോ അഭിനേതാക്കൾ ചെയ്യുന്നത്. അവരനുസരിക്കുകയാണ് ചെയ്യുന്ന അഭിനേതാക്കൾ സംവിധായകൻ്റെ മുമ്പിൽ എന്ന് തന്നെ പറയാം. പക്ഷേ അത് പ്രേക്ഷകനിലെത്തും മുമ്പേ ഇത് പ്രേക്ഷകനിലെത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനാണ് സെൻസർ ബോർഡിനെ വെച്ചിരിക്കുന്നത്. ആരിഫ് പറഞ്ഞത് പ്രേക്ഷകൻ തീരുമാനിക്കണം, അല്ല, ആദ്യം ഇത് പ്രേക്ഷകനിൽ എത്തിക്കണോ വേണ്ടോ എന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കണം. അതിനാണ് പൈസ കൊടുത്തവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത പക്ഷമാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഈ ആദ്യത്തെ 4 പേര് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഈ പലരും പല സ്വഭാവക്കാരെന്ന് പറഞ്ഞ പോലെ എനിക്കിഷ്ടപ്പെടുന്നതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾ കട്ട്. അതുകൊണ്ടാണ് 3 പേരെ ഇരുത്തിയിട്ട് ഈ സെൻസർ ചെയ്യിപ്പിക്കുന്നത്. 3 പേരും പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പ്രേക്ഷകർക്ക് കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത് ഇപ്പം നിങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾക്ക് എത്ര ഏരിയകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്താണ്? അല്ല, അങ്ങനെയല്ല. നമ്മൾ സിനിമ കാണുന്നു, ഇപ്പം വൾഗർ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ, ഞാനൊക്കെ ആണെങ്കിൽ കുടുംബസമേതം കാണേണ്ട പടമാണെങ്കിൽ ആ വൾഗർ ഡയലോഗ് നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ 3 പേരും സെയിം സാധനം നോട്ട് ചെയ്യും. ചിലപ്പോൾ ഒരാൾ പറയും, ഓ ഇതൊക്കെ ഇപ്പോൾ കോമൺ അല്ലേ എന്ന് പറയും. ഇതെല്ലാം ഫൈനൽ തീരുമാനിക്കുന്ന ഈ ചർച്ചയിലൂടെ വരുമ്പോൾ മെജോറിറ്റി പറയുന്നതിനായിരിക്കും എപ്പോഴും മുഖവിലയ്ക്ക് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പേരും ഒരേ ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നല്ല അതിശക്തമായി എതിർത്താൽ അങ്ങനെയൊന്നും റിലീസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിശക്തമായി ഒരാൾ എതിർത്താൽ വേണമെങ്കിൽ കലാപത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഈ സെൻസർ ബോർഡിൽ അപ്പോൾ ഇരുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അല്ല, ഇപ്പോൾ ഗോത്ര കലാപം സെൻസർ ബോർഡിലുള്ള ഏകദേശം കൊച്ചു കുട്ടികൾ വരെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ വരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതാണ്. സോഷ്യൽ മീഡിയയിൽ നേരത്തെ ആരും പറഞ്ഞാൽ ഇതൊരു വലിയ പബ്ലിസിറ്റി കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംവിധായകന്റെ സാന്നിധ്യം ഒരുപക്ഷെ അതിൽ ഭ്രമിച്ചു പോയിരിക്കാം. വലിയൊരു സൂപ്പർ സ്റ്റാറാകാൻ പോകുന്ന ഒരു വ്യക്തി, ലോകമറിയുന്ന ഒരു വലിയൊരു സംവിധായകനായി മാറാൻ പോകുന്ന ഒരു വ്യക്തി, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ഇതൊക്കെ ഒരുപക്ഷെ കൈവിട്ടു പോയതായിരിക്കാം. എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ് ഞാനവിടെ ഇപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്. സംവിധായകൻ സെൻസർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ അടയാളപ്പെടുത്തി. അതിലെന്തോ ഉണ്ട് സംഭവം. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ സിനിമയ്ക്കൊരു പ്രിവ്യൂ ഇല്ലാതെ പോയി എന്നുള്ളത്. ഒരു പ്രിവ്യൂ വെച്ചിരുന്നെങ്കിൽ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും, അതായത് അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ കഥയല്ല ഇപ്പോൾ സിനിമയായിട്ട് മാറിയത് എന്നൊക്കെ പറയുന്നവർക്ക് ഇടപെടാനുള്ള ഒരു അവസരം ആ പ്രിവ്യൂ വഴി സാധ്യമാവുകയായിരുന്നു. അതും അടച്ചു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നേരത്തെ പറയുന്നത് പോലെ ഒരു ഡിക്റ്റേറ്ററായി ഈ സംവിധായകൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നമുക്കതിനെ ലാഘവത്തോടെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഒരു സംവിധായകൻ എന്ന് പറയുന്ന രീതിയിൽ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തു നേരത്തെ. അദ്ദേഹം നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല ഫ്രെയിമൊക്കെ അറിയാമെന്നുള്ള നല്ല വളരെ ഷോർട്സിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാൾ തന്നെയാണ്. അത് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതിലൊന്നും നമുക്ക് യാതൊരു ഇതുമില്ല. പിന്നെ ഈ പറയുന്ന ഇത്രയും പേരെയും ഒരു സിനിമയിൽ എത്രത്തോളം പേര് വർക്ക് ചെയ്യുന്നറിയാമല്ലോ. അത്രയും പേരും സാധാരണ ഇത്തരം കഥകൾ സിനിമയിൽ വരുമ്പോൾ അപ്പം തന്നെ അത് ലീക്കായി ബിഫോർ റിലീസ് ഇഷ്യൂ ഉണ്ടാവാറാണ് പതിവ്. ഇത് റിലീസ് വരെ അത് പിടിച്ചു നിന്നപ്പോൾ അതിൻ്റെ അകത്ത്
എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തന്നെ പലപ്പോഴും ഇത് എന്താണ് ഇത് അതിനു മുമ്പേ ലീക്ക് ആവാത്തത്. പിന്നെ അതിന് ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കേട്ടോ. പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിനോട് 100% നമ്മളത് ചെയ്യാൻ പാടില്ല. പണ്ട് നമ്മൾ പറയും സിനിമ സംവിധായകൻ്റെ കലയാണ്. ഇത് പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട നിർമ്മാതാക്കളൊക്കെ അഭിനയിക്കുന്ന ഒരു പടത്തിൽ പൃഥ്വിരാജ് ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളൊന്നുമല്ല. തീർച്ചയായിട്ടും അതിനകത്തുള്ള എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ട് ഡയറക്ടറെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട. സംഭവിച്ചു പോയി, ഞാൻ അതാണ് എന്തായാലും സംഭവിച്ചു, സീൻസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നമുക്ക് ആ ഒരു വികാരം മാനിച്ചവർക്ക് നല്ലൊരു കൈയടി കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കട്ട് ചെയ്ത് വരട്ടെ. വീണ്ടും തിങ്കളാഴ്ച മുതൽ ഒരു ഫ്രഷ് പടം ഇറങ്ങിയതുപോലെ ഇറങ്ങട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സെൻസർ ബോർഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം തമ്മിലടിപ്പിക്കാൻ ഇതിലപ്പുറം വേറൊരു കാര്യം വേണ്ട. അതുകൂടെ സെൻസർ ബോർഡ് നല്ലപോലെ ചിന്തിക്കണം. ആരായാലും സെൻസർ ചെയ്യുന്നവർ ജനങ്ങൾക്ക് നന്മ പകരുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളത് ചെയ്യില്ല എന്ന് സ്റ്റേണായിട്ട് പറയാൻ കപ്പാസിറ്റി ഉള്ളവരെ ആ പൊസിഷനിൽ ഇരുത്തുക. ആരുടെയും നിർബന്ധത്തിനോ അല്ലെങ്കിൽ ആരുടെയും പ്രചോദനത്തിലോ വീഴാത്ത ആൾക്കാരിരിക്കട്ടെ സെൻസർ ബോർഡിലെന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെയാണ് അല്ലേ, കേന്ദ്രത്തിൻ്റെ പേരിലാണ്. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ളവരുടെ കുറച്ച് നാളെ അയാൾ എടുത്തിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇന്ന് രാവിലെ മുതൽ ഞങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് എമ്പുരാൻ റീസെൻസറിങ്ങിന് ആ പ്രക്രിയ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോത്തിൽ നടക്കുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചത് ഞങ്ങളാണ്. അപ്പോൾ ഈ വാർത്ത പോകുന്ന സമയത്ത് പലരും വിളിച്ചു ചോദിച്ചു അതെങ്ങനെയാണ് റീസെൻസറിങ് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ശിക്ഷ വിധിക്കുന്നു അല്ലേ, ആ ശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലുമായിട്ട് മേൽക്കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ കീഴ്ക്കോടതിക്ക് ഉണ്ടായിട്ടുള്ള ആ പാകപ്പിഴകൾ അല്ലെ കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റ് അത് കീഴ്ക്കോടതി തന്നെ തിരുത്തുന്നു. അതെങ്ങനെ സാധ്യമാവും എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതും ഒരു പക്ഷേ കൃത്യമായിട്ട് അതിന് മറുപടി വിനു കിര്യത്തിന് പറയാൻ സാധിക്കുമെന്നാണ്. മറ്റൊരു കാര്യം വിനു കിര്യത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ നിമിഷം വരെ അത് ഞങ്ങൾ മാത്രമാണ് ഈ വാർത്ത കൊടുത്തത്, പക്ഷേ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ഈ നിമിഷം വരെ ഇതിൻ്റെ അണിയറ ശില്പികൾ ആരും കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അത് ശരിയല്ല, ഇത്രയും 17 സീൻസ് അതിൽ കത്രിക വയ്ക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇത്രയും വിവാദ പരാമർശങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇവർ വലിയ അതായത് ഓരോ മണിക്കൂർ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ നിശബ്ദരാണ്. അപ്പോൾ അതെന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് തെറ്റ് പറ്റി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലേ? അവരുടെ മൗനത്തിൽ നിന്ന് അവർക്ക് തെറ്റ് പറ്റി അത് സമ്മതിക്കല്ലേ അവർ, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്നെ ഫോണിൽ വിളിച്ച ഒരാൾ പറഞ്ഞത്, അതായത് റീസെൻസറിങ് ഉണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ടവർക്ക് പ്രൊഡ്യൂസർക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ ആ നിമിഷം കോടതി സ്റ്റേ ചെയ്യും. റീസെൻസറിങ് പറ്റില്ല, പടം തുടരട്ടെ എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം ഉത്തരവായിരിക്കും കോടതിയിൽ നിന്ന് വരിക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യതയുണ്ടായിട്ടും അത് ആ വഴിക്ക് പോവാതിരുന്നത് ഒരുപക്ഷെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ? ആദ്യത്തെ പറയാം, കീഴ്ക്കോടതിയുടെ എത്രയോ വിധികൾ മേൽക്കോടതികൾ തള്ളിയിട്ടുണ്ട്. കീഴ്ക്കോടതി പറഞ്ഞതെല്ലാം എത്രയോ കോടതികൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇവിടിപ്പോൾ ഇതൊരു രാജ്യത്തൊരു വലിയ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു തോന്നൽ വരുന്നിടത്താണ്. ഇത് നിസ്സാരൊരു ഇഷ്യൂ ആയിരുന്നില്ല ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും കോടതികളിൽ പോയാൽ പോലും ഇത് തന്നെ ചിലപ്പോൾ ഒരു സ്റ്റേ കൊടുത്താൽ പാവം ഒരു നിർമ്മാതാവ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരത് പർപ്പസ്ഫുള്ളി ഇവർക്കിപ്പോൾ മനസ്സിലായി കൈവിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് അവർ സീൻസ് കട്ട് ചെയ്യേണ്ടി വരികയാണ്. ഇല്ലെങ്കിൽ ഇത് നോർത്തിലോട്ടൊന്നും കളിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞൊരു പടമാണ്. ഇത് കോടികൾ മുടക്കിയ പടം എല്ലായിടത്തും ഓടണം. അപ്പോൾ അങ്ങനെ ഓടണമെങ്കിൽ ഇത് കട്ട് ചെയ്താലൊക്കെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ വരുന്ന പടമല്ല നമ്മൾ. അപ്പോൾ അതോടുകൂടി ഇഷ്യൂ മാറും. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇവരൊക്കെ ഇതുവരെ മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്നായാലും ഇവർക്ക് ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നും നാളെയും പറയണമെന്നൊന്നുമില്ല, തിങ്കളാഴ്ച കഴിയട്ടെ. ചിലപ്പം അവരെല്ലാം മൗനിമാരൊന്നും അല്ല കേട്ടോ, എല്ലാവരും അത്യാവശ്യം സംസാരിക്കാനും എല്ലാം ഉള്ളവരാണ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം സംസാരിക്കും. തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയണമെന്നൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ
സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സംസാരിക്കണമല്ലോ, അതാണല്ലോ വേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കാം. അതോ ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടാകും. സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത് പോകുന്നത് വരെ പോകട്ടെ, ഓടുന്നത് വരെ ഓടട്ടെ എന്ന് വിചാരിച്ച് അനങ്ങാതിരുന്നതായിരിക്കുമോ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുമോ? അല്ലല്ല, ഇതിപ്പം ജനം റിയാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നു. ഇത് രാഷ്ട്രീയക്കാരല്ല. നോക്കൂ, എല്ലാവരും ഈ പറഞ്ഞ പോലെ സംഘപരിവാറാണ്, അല്ലെങ്കിൽ BJP ആണ്, അല്ലെങ്കിൽ കുറേ സാജൻസ്കറി അദ്ദേഹമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ക്രിസ്ത്യൻസിനെ പോലും ഇത് വേദനിപ്പിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതൊരു ജനവികാരമായിരുന്നു ഇതിനകത്തുള്ളത്. ഇത് തെറ്റാണെന്ന് പറയുന്ന എത്രയോ മറ്റു മതസ്ഥരും ഇല്ലേ? ഇങ്ങനെ ആവരുത്, കാരണം അത് നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കും, അതുകൊണ്ട് ഇങ്ങനെയൊന്നുള്ള സിനിമ വേണ്ടെന്ന് പറയുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മോഹൻലാലിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാരെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പോൾ ഇത് എന്താ പറയണത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അവരും പ്രതീക്ഷിച്ചില്ല. ഈവൻ സിനിമയിലുള്ള ഞങ്ങളെ നല്ല പ്രേക്ഷകനും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും വലിയൊരു ചർച്ചയാവുമെന്നും. അതിൽ ചാനലുകൾക്കെല്ലാം നല്ലൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും. ഇതൊക്കെ ജനങ്ങളിലെത്തണം. ഇപ്പോൾ ഗോദ്ര സംഭവം ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ ഇതൊന്നും അറിയാതെ ടിക്ടോക്കും മറ്റും കണ്ടുകൊണ്ടിരുന്നവർ മുഴുവൻ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെന്നുള്ള മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അത് ഭയങ്കര ഗുണം ചെയ്തു എന്ന് നേരത്തെ ഡോക്ടർ ആരിഫ് പറഞ്ഞത് കറക്റ്റാണ്. ഇതിനകത്തെല്ലാം നമ്മൾ നോക്കേണ്ടതെന്നറിയാമോ, ഇത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയെ ബാധിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നേരത്തെ ഞാൻ വീണ്ടും പറയണത്, ഈ പടം ഓടണം. കാരണം ഒരാളുടെ ജീവിതമല്ല. ഇപ്പോൾ നമ്മളൊരു പൃഥ്വിരാജിനെ പറയുന്നു, ഒരു മോഹൻലാലിനെ പറയുന്നു, ഒരു ഗോപാലിനെ പറയുന്നു, ഒരു ആൻ്റണിയെ പറയുന്നു. അല്ല, നൂറുകണക്കിന് പേര് ഇതിൻ്റെ പിന്നിൽ ജോലി ചെയ്തവരുണ്ട്, അല്ലേ? ഇവർ വീണ്ടും അടുത്ത പടങ്ങൾ എടുക്കുമ്പോൾ അവർക്കൊക്കെ ജോലി കിട്ടണം. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ നഷ്ടങ്ങൾ ആർക്കും ഉണ്ടാവരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തിങ്കളാഴ്ച ഞാനും പടം ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടില്ല.